വടകര കാഫി സ്ക്രീൻഷോട്ട് കേസിലെ ഒന്നാം പ്രതിയായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിക്ക് നൽകിയ ഹർജി തള്ളി. ജിതിൻ ഭാസ്കറിന് കോടതി നൽകിയ ജാമ്യം നിലനിൽക്കും. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി. 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ഈ മാസം 4-ാം തീയതിയാണ് ജില്ലാ കോടതി ജിതിൻ ഭാസ്കറിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വടകരയിലും തിരുവള്ളൂരിലും നടന്ന പ്രകടനങ്ങളിൽ പ്രതി പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വാദം. പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സംഘം കോടതിക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് അരങ്ങേറിയത്. വാദങ്ങൾ പൂർത്തിയായതോടെ വിധി പറയുന്നത് കോടതി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ച കോടതി പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും വാദങ്ങൾ പൂർണ്ണമായും തള്ളി. തുടർന്ന് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ വ്യവസ്ഥകൾ കോടതിയിൽ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.